പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മളിന്ന് ഇവിടെ ഒരു രാവിലത്തേക്കൊരു കുമ്പിളപ്പം ഉണ്ടാക്കാനുള്ള ആലോചനയിലാണ് കേട്ടോ. അപ്പം നമുക്ക് ചക്കപ്പഴമൊക്കെ വെച്ചുണ്ടാക്കുന്ന നല്ല ടേസ്റ്റാണ്. എനിക്കാണെങ്കിൽ ഇവിടെ ചക്കപ്പഴമൊന്നും ഇരിപ്പില്ല, അതുകൊണ്ട് നമുക്ക് ഇച്ചിരി പഴമൊക്കെ കിട്ടി, അപ്പം അത് വെച്ചുണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു. ഇത് പൂവമ്പഴമാണേ. പിന്നെ ഇത് നമുക്ക് ഗോതമ്പ് പൊടി, അരിപ്പൊടി, മൈദ ഇതുകൊണ്ടൊക്കെ കുമ്പിളപ്പം ഉണ്ടാക്കാൻ നല്ലതാണ്. ഞാൻ എടുത്തേക്കുന്നത് എനിക്ക് ഗോതമ്പ് പൊടി കഴിക്കാൻ പറ്റാതെയുണ്ട്, എന്നും ശരി, അതിന് ഇച്ചിരി മൈദയാണ് എടുത്തേക്കുന്നത്. അതൊരു ചെറിയ കപ്പിനൊരു 2-3 കപ്പിനുണ്ട്. പിന്നെ അല്പം തേങ്ങാപ്പീരയുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കും. 2-3 ഏലക്ക ചതച്ചതുണ്ട്. നമുക്ക് മധുരത്തിന് ചക്കരയോ പഞ്ചസാരയോ നമ്മുടെ ഇഷ്ടത്തിന്, ഷുഗറുള്ളവരാണെങ്കിൽ ഈ പഴത്തിൻ്റെ മധുരം മതി, അതും ഒരിച്ചിരി ചേർക്കും. എന്നിട്ട് ഇതിനെ നന്നായിട്ട് വെള്ളം ഒഴിച്ച് നമ്മൾ കുഴച്ച് എടുക്കും. എന്നിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. കണ്ടോ, വഷണയുടെ ഇല, ഇതാണ് വഷണയുടെ ഇല. നമ്മുടെ ഇവിടെ അടുത്ത് നിൽപ്പുണ്ട്, അപ്പോൾ അതിനെ പറിച്ചുകൊണ്ട് വന്ന് അതിനെ ഇങ്ങനെ കുത്തി വെച്ചു. ഇനിയിപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് കാണിക്കാം കേട്ടോ. നമ്മളീ പഴം അങ്ങോട്ട് നന്നായിട്ട് അങ്ങ് ഞെവിടി എടുക്കും കേട്ടോ. പിന്നെ നല്ലതായിട്ട് ഉടച്ച് എടുത്തിട്ട് കണ്ടോ, നമ്മളങ്ങനെ അതിനെ ഞെരുടുകയാണേ. കൈ കൊണ്ട് ഞെരുടാൻ താല്പര്യമില്ലാത്തവർ മിക്സി വേണേൽ അടിച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ ഇച്ചിരി മതി, അതുകൊണ്ട് ഞങ്ങളിങ്ങനെ എടുക്കുകയാണേ. നമുക്കിപ്പം കഴിക്കാനുള്ളതായതുകൊണ്ട്. നമ്മളിപ്പം പുറത്തൊക്കെ ആർക്കെങ്കിലുമൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ മിക്സിയിൽ അടിച്ച് തന്നെ നമ്മൾ എടുക്കും. എന്നാലും നമ്മുടെ കൈ കൊണ്ട് ചെയ്യുന്നതിന് ഒരു പ്രത്യേക രുചിയാണ്. അതിനകത്ത് മൈദ അങ്ങോട്ട് ഇടുവാണ്. മൈദ ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുന്നു. അധികം ഉപ്പൊന്നും വേണ്ട കേട്ടോ. തേങ്ങാപ്പീര ഇടുകയാണ്. ഇച്ചിരി നല്ലപോലെ തേങ്ങ ഇടുകയാണെങ്കിൽ അത്രയും രുചിയാണ്. അതിന് നമ്മൾ ഇച്ചിരി നല്ലപോലെ തേങ്ങ ഇടുന്നുണ്ട്. പിന്നെ ഈ പഴത്തിൻ്റെ മധുരം ഉള്ളതുകൊണ്ട് നമ്മളൊരു കുറച്ച് പഞ്ചസാര, അത്യാവശ്യം വേണ്ടി മാത്രം ഒരു തുള്ളി മധുരം ഇടുന്നുള്ളൂ. നമുക്കിതിന് പഴത്തിന് മധുരം ഉണ്ടല്ലോ. പിന്നെ ഇങ്ങനെ ഷുഗറും പ്രശ്നങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട് പഞ്ചസാര അധികം ഉപയോഗിക്കാൻ പറ്റത്തില്ല. എങ്കിലും 2 സ്പൂൺ പഞ്ചസാര, 3 സ്പൂൺ പഞ്ചസാരയൊക്കെ ഇടുകയാണ്. പിന്നെ നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന ഏലക്ക അങ്ങോട്ട് ഇടുക കേട്ടോ. കണ്ടോ, ഇനി ഇതിനെ വെള്ളം ഒഴിച്ച് നന്നായിട്ട് നമ്മൾ കുഴച്ചെടുക്കും. നമ്മളതിനെ ഒരുമാതിരി നമ്മുടെ കുമ്പിളപ്പത്തിനുള്ള മാവ് നമ്മൾ നന്നായിട്ട് കുഴച്ച് വെച്ചു. ഇനിയിപ്പം നമ്മളതിനെ ഏലക്കകത്തോട്ടെടുത്ത് നമ്മൾ കുമ്പിളപ്പം ഉണ്ടാക്കാൻ പോവുകയാണേ. അപ്പം നമ്മൾ ഇത് അപ്പം ഉണ്ടാക്കുന്ന നമ്മുടെ ഇഡലി പാത്രത്തിൽ വെള്ളം വെച്ച് അതിനെ നേരത്തെ നമ്മൾ തിളപ്പിക്കണം. നല്ല തിളച്ച വെള്ളത്തിന് ആവിയിലോട്ട് നമ്മളിത് വെക്കാവൂ കേട്ടോ. നമ്മൾ കണ്ട ഇങ്ങനെ ആ കുമ്പിൾ കുത്തി വെച്ചേക്കുന്ന ഇല നിറച്ചിട്ട് അതിൻ്റെ നമ്മൾ ഈ തണ്ടുള്ള ഭാഗം അങ്ങോട്ട് മടക്കി വെക്കുമേ. കണ്ട, നമ്മുടെ കുമ്പിൾ ഇങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പം അതിനെ അങ്ങനെ വെച്ചിട്ട് പിന്നെ നമ്മളൊരു 5-6 എണ്ണം ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് കൊണ്ട് അടുപ്പയിലോട്ട് വെക്കുക ചെയ്യുന്നത്. ചിലർ ഈ കുമ്പിളിൻ്റെ അടിയിൽ അല്പം തേങ്ങാപ്പീര ഇടും, മണ്ടയ്ക്ക് ഇടും, അങ്ങനെയാണ്. ഞാനിതിപ്പോൾ ഒന്നിച്ച് അതിനെ അങ്ങ് ഇട്ട് ഇളക്കിയേക്കാണ്. കുമ്പിളപ്പത്തിനുള്ള മാവെടുത്ത് ഭക്ഷണ ഇലയിലേക്കകത്ത് കുമ്പിൾ കുത്തി കുമ്പിളിനകത്ത് എല്ലാം എടുത്ത് വെച്ചു. ഇനി നമ്മളതിനെ അടുപ്പയിലോട്ട് വെക്കാനായിട്ട് തുടങ്ങുവാണേ. നമ്മൾ അടുപ്പയിൽ ഇഡലി പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നന്നായിട്ട് തിളച്ച് ആവിയൊക്കെ വരുന്നു. അപ്പം നമ്മുടെ കുമ്പിളപ്പം ഇതിനകത്തോട്ട് നമ്മൾ വെക്കാൻ പോവുകയാണ്. നമ്മുടെ കൈ വെള്ളമായിരിക്കാൻ നമ്മൾ അതിൻ്റെ തീയൊക്കെ ഒന്ന് കുറച്ചിട്ടാണ് വെക്കുന്നത് കേട്ടോ. അല്ലെ നമ്മൾ അതിനകത്തൊന്ന് ആവി വന്ന് നമ്മുടെ കൈയൊക്കെ പൊള്ളി പോകും. അപ്പം നമുക്കൊരു 10-15 മിനിറ്റിനകം കുമ്പിളപ്പം റെഡിയാകും. കുമ്പിളപ്പം ഇഷ്ടമില്ലാത്തവരാരും കാണുകയില്ല. ചക്കപ്പഴമൊക്കെ വെച്ച് ഉണ്ടാക്കുവാണെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ കുമ്പിളപ്പം റെഡിയായി കേട്ടോ. രാവിലെ വന്നാൽ നമുക്ക് ഓരോന്ന് കഴിക്കാം.
കണ്ടോ നമ്മുടെ കുമ്പിളപ്പൊക്കെ വെന്തിരിക്കുക. ഇത് വെന്ത് കഴിയുമ്പോൾ നമ്മുടെ ഇലയിൽ നിന്ന് വിട്ടും. ഭയങ്കര ചൂടായതുകൊണ്ട് നമുക്കതിനെ തൊടാനൊക്കത്തില്ല. അതിനെ ഒന്ന് തണുത്തിട്ട്, കുമ്പിളപ്പം എപ്പോഴും തണുത്ത് തിന്നുന്നതാണ് ടേസ്റ്റ് കേട്ടോ. അപ്പം എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലും എൻ്റെ ചാനലിന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്.